ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ ഹാർമണി ഓഫ് മാർവൽസ് എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യ ചാപ്റ്ററാണ്. അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ്, അല്ലെ, റോബോട്ട്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് താഴെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട് ക്യാൻ പെർഫോംസ്, അല്ലേ, റോബോട്ടിന് സാധാരണയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കോമൺ ആയിട്ടുള്ള ടാസ്കുകളാണ് റോബോട്ട് ചെയ്യുക. ഹാവ് യു എവർ സീൻ ഓർ ഹിയർഡ് ഓഫ് റോബോട്ട്സ് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് ചോസസ്? എന്താണ്, വീട്ടുജോലികൾ ചെയ്യുന്ന റോബോട്ടുകളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇഫ് യു ഗെറ്റ് ദ സർവീസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ഡു? നിങ്ങൾ വീട്ടിൽ ഒരു റോബോട്ടിനെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിനെ കൊണ്ട് എന്തെല്ലാം ചെയ്യിപ്പിക്കും എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ഗറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസസ് അറ്റ് ഹോം, അല്ലേ, നിങ്ങളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗാഡ്ഗറ്റ്സിൻ്റെയും ഡിവൈസസിൻ്റെയും പേര് എഴുതാനാണ്, ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലേ. നിങ്ങളെ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്താണ് ചില ഗാഡ്ഗറ്റ്സുകൾ, ഉപകരണങ്ങളും പട്ടികപ്പെടുത്താനാണ് നിങ്ങൾക്കിവിടെ ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. അത് ഓരോരുത്തർ അവരവരുടെ വീട്ടിലുള്ളത് എന്താണോ അത് എഴുതുക. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോവാം. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ബോയ് ആൻഡ് റോബോട്ട്. ഇവിടെ ഒരു സ്റ്റോറി, ഒരു ബോയും റോബോട്ടും തമ്മിലുള്ള ഒരു സ്റ്റോറിയാണ് കൊടുത്തിട്ടുള്ളത്. എ റോബോട്ട് വിത്ത് എ വൈറസ്, ഒരു വൈറസ് ഉള്ള റോബോട്ട്, അല്ലേ, അതാണ് ചാപ്റ്ററിൻ്റെ പേര്. ആരാണ് എഴുതിയത്? പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ ആണ് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. അതൊരു സൂര്യനുള്ള, അല്ലേ, വെയിലുള്ളൊരു ദിവസമായിരുന്നു. ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്, അല്ലേ, സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തെരുവ്. ആ തെരുവിലെല്ലാം എന്താണ്, സൂര്യപ്രകാശം, ഗോൾഡൻ നിറത്തിലുള്ള സൺലൈറ്റ് ഡാൻസ് കളിച്ച് തുടങ്ങി, അല്ലേ. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സൂര്യൻ ഉദിച്ച് അത്രയും തെളിഞ്ഞ ദിവസമായിരുന്നു. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. വീടിൻ്റെ ടെറസിലൊക്കെ എന്ത് ചെയ്തു? ചൂട്, അല്ലേ, വെയിലിൻ്റെ വെളിച്ചം കൊണ്ട് ചൂട് നിറഞ്ഞു. ദ എയർ വാസ് ക്രിപ്സ് ആൻഡ് റിഫ്രഷിങ്. അന്നത്തെ ആ ഒരു എയർ, വായു എന്ന് പറയുന്നത് ഉന്മേഷമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഒരു വായു ആയിരുന്നു. ദ സൺ ബീംസ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സൺലൈറ്റ്. ആ സൂര്യപ്രകാശം അതായത് റിക്കീസിൻ്റെ റൂമിലും എത്തി. ആ സ്കൈലൈറ്റ്, അല്ലേ, ആകാശത്തിൽ നിന്നുള്ള വെളിച്ചം എന്തായത് റിക്കിയുടെ റൂമിലും എത്തി. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. അവൻ അപ്പോഴും എവിടെയായിരുന്നു? ബെഡിലായിരുന്നു, എഴുന്നേറ്റിട്ടില്ല, അല്ലേ. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. അവന് 11 വയസ്സുള്ള ഒരു യങ് ബോയ് ആണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. റിക്കി ലിവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. അവനെങ്ങനെയുള്ളൊരു ഫാമിലിയാണ്, ഭയങ്കര സ്നേഹവും ഭാവിയിലേക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്ന, എല്ലതും അവനക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുന്ന, എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ച് തരുന്ന ഒരു വീട്ടിലാണ്, അല്ലേ, ലവ്ലി ആയിട്ടുള്ള ഒരു ഹൗസിലാണ് അവൻ താമസിച്ചിരുന്നത്. ബട്ട് ഹി വാസ് സ്ലോലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. പക്ഷെ അവൻ്റെ കാര്യത്തിൽ എന്താണ്? സ്ലോ ആയിരുന്നു. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ് ഓൾ ഓവർ ദ പ്ലേസ്, അല്ലേ. ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്. എല്ലാം വലിച്ചു വാരി, ഒരു ശ്രദ്ധയില്ലാതെ അശ്രദ്ധയായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്, അല്ലേ. ചിത്രത്തിൽ കണ്ടില്ലേ, ബെഡിലും അലമാരയിലൊക്കെ ഡ്രസ്സൊക്കെ താഴെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. അങ്ങനെ വലിച്ചു വാരിയിടുന്ന അവൻ്റെ ഹാബിറ്റ്സിൽ അവൻ എന്തായിരുന്നു? സ്ലോ ആയിരുന്നു. പിന്നീട് എന്താണ്? ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ് ഫ്രം ഓൾ കോർണർ ഓഫ് ദ ഹൗസ്. അവൻ്റെ അമ്മയാണ് എന്താണ് എല്ലാം കളക്ട് ചെയ്തിട്ട്, ബിലോങ്ങിങ് ഫ്രം ദ കോർണർ ഓഫ് ദ ഹൗസ്, അല്ലേ, വീട്ടിൻ്റെ ഓരോ മൂലയിൽ നിന്നും എല്ലാ സാധനങ്ങളും ഒക്കെ പെറുക്കിയെടുത്ത് ചെയ്യുന്നതൊക്കെ അവൻ്റെ അമ്മയായിരുന്നു. ഹിസ് മദർ ഹു വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക് ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. അവൻ്റെ അമ്മ ജോലി ഉണ്ടായിരുന്നു, അല്ലേ, മാനേജർ ഓഫ് ബാങ്ക്, ബാങ്കിൻ്റെ മാനേജറായിരുന്നു. ഷീ ഓൾവേസ് ഹാർഡ് വർക്ക് ഫോർ റിക്കി. അവൾ എപ്പോഴും റിക്കിക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, അല്ലേ. മോർണിംഗിൽ അവൾ വർക്കിന് പോവും, അമ്മ വർക്കിന് പോവും, ബാങ്ക് മാനേജറാണല്ലേ അമ്മ. അപ്പോൾ രാവിലെ എന്ത് ചെയ്യും? അമ്മ ജോലിക്ക് പോകും.
റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. റിക്കിയോട് പറയാണ്, റിക്കി നിൻ്റെ സ്കൂൾ ബാഗ് സ്റ്റഡി റൂമിൽ കീപ്പ് ചെയ്യൂന്ന് അമ്മ പറയാണ് റിക്കിനോട്. സ്റ്റഡി റൂമിൽ കൊണ്ടുവെക്കൂ. റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ വാഷിംഗ് മെഷീൻ. അല്ലേ, നിൻ്റെ ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിടൂ. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. നിൻ്റെ ചോറ്റുപാത്രം അല്ലേ ടിഫിൻ ബോക്സ് കഴുകി വെക്കൂ. റിക്കി അയൺ യുവർ ടീഷർട്ട്. റിക്കി നിൻ്റെ ടീഷർട്ട് അയൺ ചെയ്യൂ. ആൻഡ് ട്രൗസേഴ്സും ആൻഡ് സോ ഓൺ. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. ഇതൊക്കെ അമ്മ അവനോട് പറയുന്നുണ്ട്, പക്ഷെ അവൻ ഏത് സമയവും കളിയാണ്. റിക്കി ഡിഡിൻറ്റ് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. ഒന്നിനും റിക്കി എന്ത് ചെയ്യുന്നില്ല, ആ ഹൗസിലുള്ള ചുറ്റുപാടുള്ള ഒരു കാര്യത്തിനും അമ്മയെ സഹായിക്കുന്നില്ല. ബട്ട് ഹി വാസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ് വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് ബട്ട്ലർ റോബോട്ട്. എന്താ പറയുന്നത്? പക്ഷെ അവൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ആകാംക്ഷയോടെ അല്ലേ അവൻ്റെ പേരൻസ് അവനക്ക് ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഒരു ബട്ട്ലർ റോബോട്ടിനെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ്. അപ്പോൾ തന്നെ അത് എന്ത് ചെയ്തു, എത്തി. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ്. അങ്ങനെ അധികം വൈകാതെ തന്നെ അത് എത്തി. ഓഫ് ഇറ്റ് വെൻറ്റ്. Cooking, cleaning, ironing, but the most important work it did was picking up Ricky's clothes from the floor. അല്ലേ, അതെന്തെല്ലാം ചെയ്യും? ഓഫ് ഇറ്റ് വെൻറ്റ് കുക്കിംഗ് അല്ലേ, ഭക്ഷണം പാകം ചെയ്യും. ക്ലീനിങ് വൃത്തിയാക്കും. അയൺ ചെയ്യും. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് പക്ഷെ അതിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. താഴെ നിന്നും അല്ലേ വീട്ടിൻ്റെ അകത്തുള്ള ഫ്ലോറിൽ നിന്നും റിക്കീസിൻ്റെ ക്ലോത്ത്സ് വസ്ത്രങ്ങൾ പെറുക്കിയെടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഓൺ ദ ഫസ്റ്റ് ഡേ, അങ്ങനെ ആദ്യത്തെ ദിവസം, വെൻ ഹീ വെൻറ്റ് ടു സ്ലീപ്പ്, അവൻ ഉറങ്ങുന്ന സമയത്ത്, ഹിസ് ബെഡ്റൂം വാസ് ഇൻ എ ഡിസ്ട്രോയ്ഡ് സ്റ്റേറ്റ് ആസ് യൂഷ്വൽ. അല്ല, അവൻ്റെ ബെഡ്റൂം സാധാരണ പോലെ തന്നെ അലങ്കോലമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. ബട്ട് വെൻ ഹീ വർക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ്, അങ്ങനെ അവന് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ, എവ്രിതിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടിഡി. അല്ലേ, എല്ലാതും നല്ല അടുക്കും ചിട്ടിയോടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. വണ്ടർഫുൾ, അവൻ പറയാണ് വണ്ടർഫുൾ, അതിശയമായിരിക്കുന്നു. ഹൗ നീറ്റ് ആൻഡ് ടിഡി മൈ റൂം ലുക്സ്. അപ്പോൾ എൻ്റെ റൂം കാണാൻ എന്തൊരു നീറ്റും ടിഡിയുമാണ്. ഹി എക്സ്ക്ലൈംഡ്. അല്ലേ, അവൻ ആകാംക്ഷയോടെ പറഞ്ഞു. ഇൻ ഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. Ricky could not find his favorite t-shirt nor his favorite football. പക്ഷെ ഇറ്റ് വാസ് ആക്ച്വലി ക്ലീൻ. അത് ആക്ച്വലി ക്ലീനാണ്. പക്ഷേ റിക്കീസ് കുഡ് നോട്ട് ഫൈൻഡ്. അവൻക്ക് അവൻ്റെ ടീഷർട്ടും അവൻ്റെ ഫേവറേറ്റ് ഫുട്ബോളും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. വേർ ഇസ് മൈ ടീഷർട്ട്? അമ്മയോട് ചോദിക്കുകയാണ്. അമ്മേ, എൻ്റെ ടീഷർട്ട് എവിടെയാണ്? വേർ ഇസ് മൈ ബോൾ? എൻ്റെ ബോൾ എവിടെയാണ്? ഹി പോസ്റ്റഡ് ഹിസ് മദർ. അല്ലേ, അമ്മയോട് അവൻ ചോദിക്കുകയാണ്. അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീഷർട്ട് കാണാനില്ല, ഫുട്ബോൾ കാണാനില്ല. He could not find his things even after he had searched up the down. അല്ലേ, പക്ഷെ അവൻക്ക് അവന് സെർച്ച് ചെയ്ത് താഴെ മേലൊക്കെ അവൻ സെർച്ച് ചെയ്തിട്ടും അവൻക്ക് അവൻ്റെ സാധനങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹി ആസ്ക്ഡ് ഹിംസെൽഫ്. അവനോട് തന്നെ ചോദിക്കുകയാണ്, വേർ കുഡ് ദേ ഹാവ് ഗോൺ? ഒക്കെ എങ്ങോട്ടാ പോയത്? However much he searched during the day, those two items did not repair. And the same was to happen with others thing. അല്ലേ, others thing too. അങ്ങനെ അവൻ ഒരു ദിവസം വരെ അത് തിരഞ്ഞു നോക്കി. പക്ഷെ അവൻക്ക് ടു ഐറ്റംസ് ഡിഡ് നോട്ട് റിപ്പയർ. അല്ലേ, ഒക്കെ കേട് വന്ന് വെച്ചിട്ടുണ്ട്. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ. അവൻ്റെ എല്ലാ വസ്തുക്കളും അല്ലേ അവന് റിപ്പയർ ചെയ്യാൻ കഴിയുന്നില്ല. Ricky cast a suspicious eye on the gleaming Butler robot. I think it's his handiwork, he thought. Ricky suspicious eyes അല്ലേ, ഗ്ലേമിംഗ് ബട്ടർ റോബോട്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡിവർക്ക്. അത് നിൻ്റെ ഹാൻഡിവർക്കാണ് എന്ന് അവൻ ചിന്തിച്ചു. റോബോട്ടിൻ്റെ ഹാൻഡിവർക്ക് കൊണ്ടാണ് ഇത് പറ്റിയത് എന്ന് അവൻ ചിന്തിച്ചു. ഹി ഹാച്ച്ഡ് എ പ്ലാൻ ടു സ്പൈ ഓൺ ദ റോബോട്ട്
ആൻഡ് ബിഗാൻ ഫോളോവിങ് ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. അങ്ങനെ അവൻ എന്ത് ചെയ്തു, ഒരു പ്ലാൻ ചെയ്തു. ഒരു ചാരൻ, സ്പൈ എന്ന് പറഞ്ഞാൽ ചാരൻ അല്ലേ, റോബോട്ട് എന്താ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ പിന്നാലെ ആ വീട്ടിൽ എറൗണ്ട് അല്ലേ, അവൻ്റെ ചുറ്റും വീടിൻ്റെ ചുറ്റും പോയി അല്ലേ. അവന് എന്താണ് അവൻ്റെ റോബോട്ട് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് റോബോട്ടിൻ്റെ പിന്നാലെ ഒരു ചാരനായിട്ട് അവൻ പോവാൻ പ്ലാൻ ഇട്ടു. ഫൈനലി അങ്ങനെ അവസാനം ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് വൈറ്റ് ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ്. അങ്ങനെ അവസാനം അവനക്ക് റെഡ് ഹാൻഡഡ് വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്, അവൻ്റെ ഒരു ക്ലോത്ത് അവനക്ക് കിട്ടി. റിക്കി ഫോളോഡ് ദ റോബോട്ട് വിതൗട്ട് മേക്കിംഗ് എ സൗണ്ട്. ആ റോബോട്ട് എന്താണ്, റെഡ് ഹാങ്ഡ് അല്ലേ, റെഡ് ക്ലോത്ത്സുമായിട്ട് എടുത്തിട്ട് റോബോട്ട് പോവുമായിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് റിക്കി ഫോളോ ചെയ്യുന്നത് കേട്ടോ. റിക്കി ഫോളോ ദ റോബോട്ട് വിതൗട്ട് മേക്കിംഗ് എ സൗണ്ട്. ഒരു സൗണ്ട് പോലും ഉണ്ടാക്കാതെ എന്ത് ചെയ്തു, ആ റോബോട്ടിൻ്റെ പിന്നാലെ പോയി. ടു ഹിസ് സർപ്രൈസ്ഡ്, അപ്പോഴാണ് അവനെ ആകെ അന്തം വിട്ടു അല്ലേ, അത്ഭുതപ്പെട്ടു, സർപ്രൈസായി. ഹി സോ ദ റോബോട്ട് ഫോൾഡിങ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ് ഇൻ ദ സ്റ്റോർ റൂം അല്ലേ. റോബോട്ട് എന്താ ചെയ്യുന്നത്, നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് റോബോട്ട് ടീഷർട്ട് ഫോൾഡ് ചെയ്തിട്ട് അത് ഒരു സ്റ്റോർ റൂമിൽ പൈൽ ഓഫ് ക്ലോത്ത്സ് അല്ലേ കീപ്പ് ചെയ്യാണ്. ഹി വെൻ റണ്ണിങ് ടു ഹിസ് പാരൻറ്റ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. ഫാദർ ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. ഈ ബട്ട്ലർ റോബോട്ട് ചെയ്യുന്നതെല്ലാം തെറ്റാണ്. ഹി വാസ് ഫിൽച്ച്ഡ് മൈ തിങ്സ്. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിയർ ബാഡ്ലി. അതിൻ്റെ പ്രോഗ്രാമൊക്കെ തെറ്റാണ്, ബാഡാണ്. ലെറ്റ് സെൻഡ് ഹിം ഹോഫ്. അതിനെ അങ്ങോട്ട് തന്നെ തിരിച്ച് പറഞ്ഞയച്ചോളൂ. അബ്സല്യൂട്ട്ലി നോട്ട്. ഫാദർ ഷുക്ക് ഹിസ് ഹെഡ്. അബ്സല്യൂട്ട്ലി നോട്ട്, അത് തെറ്റാണ്, തീർച്ചയായും അത് തെറ്റാണ്. ഫാദർ ഷുട്ട് ഹിസ് ഹെഡ്. ഫാദർ എന്തായത് തല ആട്ടി. ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്. അവന് റോബോട്ടിക്കിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളാണ്. ഹി ഹാഡ് ബീൻ delight with the new butler. It was a dream come true. അത് ഡിലൈറ്റ് ആയിട്ടുള്ള ന്യൂ ബട്ട്ലറാണ്. അവർ നമ്മളെ സ്വപ്നങ്ങളൊക്കെ ശരിയാക്കി തരും, യാഥാർത്ഥ്യമാക്കി തരും. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റഡ്. ഐ വാണ്ട് ടു ഗെറ്റ് റൈഡ് ഓഫ് ഹിം. എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. റിക്കിയും ഫാദറും തമ്മിൽ അല്ലേ ചൂടായും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ റോബോട്ടിനെ കുറിച്ചിട്ട് അച്ഛൻ നല്ലത് പറയും. അപ്പോൾ അതെന്ത് ചെയ്യും, റിക്കിക്ക് പറ്റില്ല, അങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഫാദർ എന്താ പറയുന്നത്, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. ആ റോബോട്ട് ഒരു അത്ഭുതകരമായിട്ടുള്ള ഡിവൈസാണ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. നീ നോക്ക് അതെന്തെല്ലാം ചെയ്യുന്നുണ്ടെന്ന്. ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്കതിനോട് യോജിപ്പില്ല. ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അല്ലേ അതെല്ലാം ചെയ്യുന്നത് നല്ലതിനേക്കാൾ കൂടുതൽ ഹാമായിട്ടുള്ളതാണ് ചെയ്യുന്നത്. ഫാദർ യു ആർ റോങ്. നീ തെറ്റാണ് റിക്കി. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നിനക്ക് ഒരു റോബോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളത് അറിയില്ല, അതുകൊണ്ടാണ് നീ തെറ്റായത് പറയുന്നത്. റിക്കി kept on complaining to his parents about the robot hiding things. റിക്കി എന്ത് ചെയ്തു, പാരൻറ്റിനോട് റോബോട്ടിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് അവനെ ഒഴിപ്പിച്ച് വെച്ച സാധനങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു, അവൻ്റെ കാണാതായ സാധനങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു. ദാറ്റ് ഔട്ട്വെയ്റ്റഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹി ഡിഡ്. അതെന്തെല്ലാം ഉപയോഗമാണെന്നുള്ളത് അവനക്ക് അറിയില്ല അല്ലേ. ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അവനത് ചെയ്തിട്ടുള്ളത്. Then one day the robot who was wearing past heard the boys' complaints. ഒരു ദിവസം റോബോട്ട് കേട്ടു റിക്കി അവനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറയുന്നത്. The robot returned with a pair of Ricky's shoes and some of his clothes. അവൻ എന്ത് ചെയ്തു, റോബോട്ട് റിക്കിയുടെ കാണാതായിട്ടുള്ള ഷൂവും അവൻ്റെ ക്ലോത്ത്സും തിരിച്ചു കൊണ്ട് കൊടുത്തു. ഹിയർ സർ, ഇതാ സർ. ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. അല്ലേ റോബോട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഹൗ കുഡ് ഇറ്റ് നോട്ട് യു തീഫ്. നിനക്ക് എങ്ങനെ അതിന് കഴിയുന്നില്ല. യു തീഫ്, നീ കളവ് പറയുകയാണ്. യു ഹാവ് ബീൻ നെക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. I had seen your things lying
സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. ഞാൻ കാണുന്നത് എന്താണ്, തറയിൽ എല്ലാം വാരി വലിച്ച് കിടക്കുന്നതാണ്. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട്. അപ്പം എന്താണ്, അത് നിങ്ങൾക്കത് ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം തറയിലെല്ലാം വലിച്ചു വാരി കിടക്കല്ലേ. ഐ ആം പ്രോഗ്രാംഡ് ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് ടു എ വാണ്ടഡ്. എൻ്റെ പ്രോഗ്രാം അങ്ങനെ ആവശ്യമില്ലാത്തത് കളക്ട് ചെയ്ത് വേറെ ഒഴിവാക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സാണ് എൻ്റെ റോബോട്ടിൻ്റെ അതിൽ ചെയ്തിട്ടുള്ളത്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വേർ അതർ ഹ്യൂമൻ ക്യാൻ യൂസ് ദം. അതുകൊണ്ട് ഞാൻ രാത്രി അത് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ മറ്റുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. ഞാൻ നല്ലൊരു മാക്സിമം എഫിഷ്യൻസി ഉള്ള മെഷീനാണ്. വേർ യു അൺവെയർ ഓഫ് ഇറ്റ് അല്ലേ, നീ ഉപയോഗിക്കാത്ത സാധനങ്ങളല്ലേ. ദ റോബോട്ട് സെഡ് വിത്ത് എ സർട്ടൻ പ്രൈഡ്. കുറച്ച് അഭിമാനത്തോടു കൂടി പറഞ്ഞു. റിക്കി വാസ് അഷെയിംഡ്. റിക്കിക്ക് എന്ത് ചെയ്തു, നാണം തോന്നി, അഷെയിംഡ് തോന്നി. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വേർ യൂസ്ലെസ്. അല്ല, ഹി ഹാഡ് സ്പെൻഡ്, അവൻ എന്താണ് സ്പെൻഡ് ചെയ്യുന്നത്, അവൻ്റെ എല്ലാ സാധനങ്ങളും യൂസ്ലെസ് ആയിട്ട്, ഉപയോഗമില്ലാത്ത വസ്തുക്കളായിട്ടാണ് അവന് സ്പെൻഡ് ചെയ്യുന്നത്. ഹി കെയർഡ് ഫോർ നത്തിങ്. ഒന്നിനെ അവന് കെയർ ചെയ്യുന്നില്ല. യെറ്റ് ദർ വേർ മെനി പീപ്പിൾ ഇൻ ദ വേൾഡ്. ഇവിടെ ഒരുപാട് ജനങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഹുഡ് ഹാവ് ബീൻ ഡിലൈറ്റഡ് ടു ഹാവ് റിക്കീസ് തിങ്സ്. അൺലൈക്ക് ഹിം ദേ വുഡ് ഹാവ് ടേക്കൺ ഗുഡ് കെയർ ഓഫ് ദം ടു. അല്ലേ, എന്താണ്, ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത് കെയർ കിട്ടാതെയും ഉപയോഗിക്കാൻ സാധനങ്ങളില്ലാതെയും ഒക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഹി റിയലൈസ്ഡ് ദാറ്റ് ദ റോബോട്ട് വാസ് നെയ്തർ ബ്രോക്കൺ നോർ മിസ്പ്രോഗ്രാംഡ്. അങ്ങനെ അവന് മനസ്സിലാക്കുകയാണ് റോബോട്ട് എന്താണ്, റോബോട്ട് കേട് വന്നിട്ടില്ല, മിസ്പ്രോഗ്രാംഡ്, അവന് പ്രോഗ്രാം ഒന്നും മിസ്സായിട്ടില്ല. റാദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. അല്ലേ, വളരെയധികം നന്നായിട്ടാണ് റോബോട്ട് പ്രവർത്തിക്കുന്നത്. അവിടെ റോബോട്ടും റിക്കിയും തമ്മിൽ സംസാരിക്കുന്ന പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. സിൻസ് ദെൻ, പിന്നെ എന്താണ്, പിന്നീട് എന്താ സംഭവിച്ചത്, റിക്കി ഡിസൈഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. റിക്കി എന്ത് ചെയ്തു, തീരുമാനിച്ചു, ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയി തീരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹീ ട്രീറ്റഡ് ഹിസ് തിങ്സ്. അങ്ങനെ അവൻ എന്ത് ചെയ്തു, റിയലായിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ എല്ലാ സാധനങ്ങളും സൂക്ഷ്മയോടെ കൊണ്ട് നടക്കണമെന്ന് അവൻ എന്ത് ചെയ്തു, റിയൽ ചെയ്തു അല്ലേ, ഇൻ ടു ഹൗ ടു ട്രീറ്റ് ഹിസ് തിങ്സ്. He kept them tidy and made sure he did not have more than what was necessary. And she took a leaf out of the robot's book. With his pocket money, he began to help people and buy needful things for them. എന്താണ് പറയുന്നത്, സിൻസ് ദെൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അന്ന് മുതൽ അല്ലേ, അപ്പോൾ മുതൽ എന്താണ്, റിക്കി ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആകാൻ തീരുമാനിച്ചു. അവൻ എന്താ ചെയ്തത്, തൻ്റെ സാധനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവൻ ശരിക്കും ശ്രദ്ധിച്ചു. അവ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ആവശ്യമുള്ളതിൽ കൂടുതലില്ലെന്ന് ഉറപ്പാക്കുകയും അവൻ ചെയ്തു. പിന്നീട് എന്താണ്, റോബോട്ടിൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് ഒരു പേജ് എടുത്തിട്ട് അദ്ദേഹം തൻ്റെ പോക്കറ്റ് മണി ഉപയോഗിച്ച് ആളുകളെ സഹായിക്കാനും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനും തുടങ്ങി. അല്ല, റിക്കിക്ക് അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചു. ഇനി ഇത് എഴുതിയ കഥാകൃത്തിൻ്റെ ഒരു ജീവചരിത്ര കുറിപ്പ് ചെറിയൊരു ബോക്സിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, അത് റീഡ് ചെയ്യുക. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ, നമുക്ക് ആക്ടിവിറ്റീസൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്തണം. അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ട് മനസ്സിലാക്കി വേണം ക്ലാസ്സിൽ പോവാൻ. ഇംഗ്ലീഷാണ്, അപ്പോൾ നന്നായിട്ട് മീനിങ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പരീക്ഷയിലൊക്കെ ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളെ സപ്പോർട്ടാണ്
ഏറ്റവും വലുത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്കുള്ള ഒരു വിജയം. അപ്പോൾ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിലും കൂടുതൽ മാറ്റങ്ങൾ വേണമെങ്കിലൊക്കെ കമൻ്റായിട്ട് നിങ്ങൾ എഴുതുക. ഞാൻ നിങ്ങളെ കമൻ്റൊക്കെ റീഡ് ചെയ്യും. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പറഞ്ഞറിയിക്കുക. കാരണം നമുക്കറിയില്ല, ഒരുപാട് പോരായ്മകൾ വന്നേക്കാം. എല്ലാവരും ക്ഷമിക്കുക, മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് വഴി കമൻറ്റ് വഴി നിങ്ങൾ അറിയിക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.